തൊഴിലിടത്തിൽ എവിടെ നിൽക്കുന്നു സ്ത്രീ? കേരളം ചർച്ച ചെയ്തതാണ് ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. ന്യായമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ ഇരിപ്പ് സമരവുമായി അവർ രംഗത്ത് വന്നു. സമരം കൊണ്ട് നേടിയതെന്ത്? ഇന്ന് എന്താണ് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലെ തൊഴിൽ സാഹചര്യം? ഷീ ന്യൂസ് ചർച്ച ചെയ്യുന്നു. പന്ത്രണ്ട് മണിക്കൂർ വരെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് തൊഴിലാളികൾ. ഇരിപ്പ് സമരം ചരിത്രം കുറിച്ചെങ്കിലും തൊഴിൽ സാഹചര്യങ്ങൾ ഇന്നും പഴയതുപടി തന്നെ. തൊഴിലാളികൾക്ക് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പരിഷ്കരിച്ച ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ചുരുക്കം. മിനിമം വേതനം എന്നത് ഇന്നും സ്വപ്നം മാത്രം. ഉത്സവ സീസണുകളിൽ ഞായറാഴ്ചയും ജോലിക്കെത്തണം. സമരം ചെയ്തിട്ടും ലേബർ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുണ്ടായില്ല എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 2009 മുതൽ നമ്മൾ ടെക്സ്റ്റൈൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ 2013-14 നമ്മൾ ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുക ചെയ്തത്. ഇരിക്കാനുള്ള അവകാശം അന്നും ഇന്നും ഇല്ല എന്നുള്ളത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മളെ തൊഴിൽ മന്ത്രിക്കറിയാം, കഴിഞ്ഞ തൊഴിൽ മന്ത്രിക്കറിയാം, എല്ലാവർക്കും സർക്കാരിനറിയാം, ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇടത്തരം ചെറുകിട ഷോപ്പുകളിൽ പലതിലും വനിതകൾക്ക് വൃത്തിയുള്ള ശുചിമുറികളില്ല. പോരാത്തതിന് കസ്റ്റമേഴ്സിനെ നിരീക്ഷിക്കാനായി സ്ഥാപിച്ച CCTV ക്യാമറകൾ പലപ്പോഴും തൊഴിലാളികളുടെ സ്വകാര്യതയിലേക്ക് തലനീട്ടുന്നു. ഞങ്ങളോട് നേരിട്ട് പരാതി പറഞ്ഞ പലരും ജോലി പോകുമെന്ന ഭയന്ന് ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ തയ്യാറായില്ല. രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞിറങ്ങുന്നവരാണ് ഭൂരിഭാഗവും. വീട്ടിലേക്കുള്ള മടക്കം ഇരുൾ മൂടിയ വഴിയിലൂടെ തനിച്ച്. സുരക്ഷ സ്വന്തം നിലയ്ക്ക് നോക്കണം. ജോലി സ്ഥലത്തേക്കും തിരിച്ചും യാത്രാ സൗകര്യം ലഭിക്കുന്നവർ എണ്ണത്തിൽ കുറവ്. ടെക്സ്റ്റൈൽ മേഖലകളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, അൺഓർഗനൈസ്ഡ് സെക്ടറാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന തൊഴിലിടങ്ങളിലെല്ലാം തന്നെ ധാരാളം സ്ത്രീ തൊഴിലാളികളെ ജോലിക്കായി അവരുടെ കൃത്യമായ സേവന സമയം എത്ര സമയം തൊട്ട് എത്ര മണി വരെയാണെന്നുള്ളത് കൃത്യമായ ഒരു നിർവചനമില്ലാതിരിക്കുകയും ഇത്രയും നേരം പണിയെടുപ്പിച്ചിട്ടും അവർക്ക് മതിയാവുന്ന തരത്തിലുള്ള വേതനമോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുന്നില്ല എന്നുള്ള ഒരു പരാതിയും ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്. ടോയ്ലറ്റിൽ പോകുന്ന സമയം ലാഭിക്കാൻ വെള്ളം കൂടി പോലും വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. സംഘടിതരല്ലാത്തവർ, വോട്ട് ബാങ്കായി വിലപേശാൻ കെൽപ്പില്ലാത്തവർ. മാറി മാറി വന്ന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാവാതെ പോയി. ഇനിയെങ്കിലും വൈകരുത്. ഐശ്വര്യ സുമിത്രൻ, മാതൃഭൂമി ന്യൂസ്. കോഴിക്കോട് മിഠായി തെരുവിൽ ശുചിമുറി നിർമ്മിക്കണമെന്ന സ്ത്രീ തൊഴിലാളികളുടെ ദീർഘനാളത്തെ ആവശ്യം പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പരാതി. മിഠായി തെരുവിലെ നവീകരണ പ്രവർത്തനങ്ങളിൽ ശുചിമുറിയും ഉൾപ്പെടുത്തണമെന്നാണ് സ്ത്രീ സംഘടനകളും ആവശ്യപ്പെടുന്നത്. 3000-ഓളം സ്ത്രീകളാണ് മിഠായി തെരുവിൽ ജോലി ചെയ്യുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2328 കടകളിലായി 3000-ഓളം സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നു. കോർപ്പറേഷൻ നിർമ്മിച്ച ഈ പൊതു ശുചിമുറി മാത്രമാണ് ഇത്രയധികം സ്ത്രീകൾക്ക് ആശ്രയം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് ജോലി ചെയ്യേണ്ടത്. ശുചിമുറിയില്ലാത്തതിനാൽ മൂത്രമൊഴിക്കൽ പോലും ഇവർ മണിക്കൂറുകളോളം നീട്ടിവെക്കുന്നു. മാത്രമല്ല, ഞാൻ പല ഷോപ്പുകളിലും ഞങ്ങൾ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ കുപ്പികളിലൊക്കെയാണ് മൂത്രമൊഴിച്ച് വെക്കുന്നത്. നിവൃത്തിയില്ലായിട്ട്. അപ്പോൾ ഈ നവീകരണം നല്ല സംഭവമാണ്. അതിനോടൊപ്പം തന്നെ ഈ നഗരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. നിലനിൽക്കുന്ന ബിൽഡിങ്ങുകളിലെങ്കിലും ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം. മാനാഞ്ചിറയിൽ ഈ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും വൈകിട്ട് മാത്രമാണ് തുറക്കുക. നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിമുറി കൂടി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സ്ത്രീ തൊഴിലാളികൾ. AP ഭവിത, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ദീർഘനാളത്തെ സമരങ്ങൾക്ക് ശേഷവും തൊഴിലിടങ്ങളിൽ സ്ത്രീ എവിടെ നിൽക്കുന്നു എന്ന വിഷയമാണ് ഷീ ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. AMTU പ്രതിനിധി വിജിയും ഒപ്പം അഭിഭാഷകയായ മായയും ചേരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ആദ്യം വിജിയിലേക്ക്. ശ്രീമതി വിജി, ഒരു സമരമുണ്ടാകുന്നത് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ്.
ഒരുപാട് സഹിച്ചതിനും ക്ഷമിച്ചതിനും ശേഷമാണ് വലിയ പിന്തുണയും ഒന്നുമില്ലാത്ത ഒരു വിഭാഗം, പ്രതികരിക്കാൻ ശരിയായി അറിയാത്ത ഒരു വിഭാഗം ഒരു സമരത്തിലേക്ക്, ഒരു സംഘടിതമായ സമരത്തിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള സമരങ്ങൾക്ക് താങ്കൾ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട്, മൂത്രപ്പുര സമരമടക്കം. അതിനുശേഷവും എന്താണ് ഈ സമൂഹത്തിൽ സംഭവിക്കുന്നത്? നമ്മൾക്ക് ഇത് ഒരു മുഖ്യധാര പ്രശ്നമാക്കി മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാ ആളുകൾക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം. ഈ അസംഘടിത മേഖലയായ ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികൾക്ക് ഒന്ന് ഇരിക്കാനോ മറ്റ് പ്രാഥമിക ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു തൊഴിലാളി സ്ത്രീ ആവുന്നതോടുകൂടി അവർ മനുഷ്യരായിട്ടോ തൊഴിലാളിയായിട്ടോ അംഗീകരിക്കുന്നില്ല. അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഈ ടെക്സ്റ്റൈൽ മേഖലയിലുള്ളത്. ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികൾ ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ തരത്തിൽ ചൂഷണത്തിനെതിരെ സംഘടിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമ്മൾക്കറിയാം, തൃശ്ശൂരിൽ 6 സ്ത്രീ തൊഴിലാളികൾ ഇന്നും തൃശ്ശൂർ ആ വലിയൊരു ഷോപ്പിൻ്റെ മുന്നിൽ, കല്യാൺ സാരീസ് തന്നെ ഞാൻ പറയാം, കല്യാൺ സാരീൻ്റെ മുന്നിൽ ഇന്നും മഴയും വെയിലും കൊണ്ട് 90 ദിവസം കഴിഞ്ഞ് സമരം ചെയ്യുന്നത്. അത് ഇന്ന് മുഖ്യധാര ട്രേഡ് യൂണിയൻ, ഒരു വലിയ ട്രേഡ് യൂണിയൻ്റെ മുൻകൈയിലാണ് ആ സമരം നടക്കുന്നത്. AITCയുടെ മുൻകൈയിലാണ് സമരം നടക്കുന്നത്. ഇന്നേക്ക് 90 ദിവസം കഴിഞ്ഞ് അവിടുത്തെ കല്യാൺ സാരീൻ്റെ മുതലാളി പറഞ്ഞ് അവരെ ഞങ്ങൾ പിരിച്ചു വിട്ടതാണ്, തിരിച്ചെടുക്കൂലെന്ന്. ലേബർ ഓഫീസർ ചോദിക്കുന്നു, സീനിയോറിറ്റി പ്രകാരമല്ലേ നിങ്ങൾ പിരിച്ചുവിടാൻ പാടുള്ളൂ, ഇവരെന്താ നിങ്ങൾ വ്യക്തിപരമായിട്ട് വൈരാഗ്യത്തിൻ്റെ പേരിലാണോ പിരിച്ചുവിടുന്നത്? ഇവർ സംഘടിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പിരിച്ചുവിടുന്നത്. സംഘടിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് ഇവർ സംഘടിക്കുന്നത്? ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികൾക്ക് ഒന്ന് ഇരിക്കാനോ സമയത്തിന് ഭക്ഷണം കഴിക്കാനോ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് എടുക്കാനോ ഒന്ന് ശ്വാസം വിട്ട് ടോയ്ലറ്റിൽ പോവാനോ ഒന്നും തന്നെ സൗകര്യമില്ല. ഇവർ ഈ സ്ത്രീകളായതുകൊണ്ടാണ് അന്ന് 2014, 2009, 2010 മൂത്രപ്പുരയ്ക്ക് വേണ്ടി ഞങ്ങൾ സമരം നടത്തി. ഇന്നും അത് പരിഹരിക്കുന്നില്ല. 2014 ഞങ്ങൾ ഇരിക്കൽ സമരം നടത്തിയത്. ഇന്നും അത് പരിഹരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവരെല്ലാം സ്ത്രീകളാണ്. സ്ത്രീകൾ ഇത് സഹിക്കാൻ കഴിയുന്ന ആളുകളാണ്. സ്ത്രീകൾ ഇത് സഹിക്കുക എന്നതാണ് ഇന്നത്തെ മുഖ്യധാര ട്രേഡ് യൂണിയനും ഭരിക്കുന്ന മാറി മാറി വരുന്ന സർക്കാരിൻ്റെയും തീരുമാനം. ശ്രീമതി വിജി, ഇരിക്കൽ സമരം എന്ന് പറയുന്നത് കേരളത്തിലെ അസംഘടിത തൊഴിലാളി മേഖലയിൽ ഒരു വലിയ നാഴികക്കല്ല് തീർത്ത സമരമാണ്. പക്ഷേ അതിന് സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ, ദൃശ്യമാധ്യമങ്ങളിലാകട്ടെ എല്ലായിടത്തും വലിയ തോതിൽ പിന്തുണ ലഭിക്കുകയുമുണ്ടായി. ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെയും മറ്റും ഉൽപ്പന്നങ്ങൾ ബാൻ ചെയ്യാൻ വലിയ തോതിൽ പ്രചാരണം പോലും ഉണ്ടായി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു പേടി ഉണ്ടാവാത്തത്? ഇവർക്കെതിരെ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചാൽ ഇതിന് പ്രതികരണമുണ്ടാകും, ഇതിൽ സർക്കാർ ഇടപെടും എന്ന തരത്തിൽ പേടി ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്രയല്ലേ ഉള്ളൂ. സർക്കാരിനായാലും ഏത് സർക്കാരായാലും, നിലനിൽക്കുന്ന സർക്കാരായാലും കഴിഞ്ഞ സർക്കാരായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഒക്കെ തന്നെ സ്ത്രീകളായതുകൊണ്ട് ഒരാൾക്കും ഒരു പേടിയില്ല. നമ്മൾക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ വിരുദ്ധ ബില്ലുകളൊക്കെ പാസ്സാക്കാൻ വേണ്ടി പോകുന്നത്. അത് ഈ ഇപ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള അതേ ആനുകൂല്യങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രവും ഗവൺമെൻറ്റും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ബില്ലൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ല് പോലും ഇപ്പോൾ കാണാനില്ല. ആ ബില്ലൊന്നും തന്നെ നടപ്പിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ലേബർ ഉദ്യോഗസ്ഥന്മാർ, ലേബർ ഓഫീസർമാരാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുത്ത് ഇതെല്ലാം നടപ്പിലാക്കേണ്ടത്. ഇത് നടപ്പിലാക്കണോ നോക്കേണ്ട ലേബർ മിനിസ്റ്റർമാർ ഇത് തീരെ ശ്രദ്ധിക്കണമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ 2009, 2010 മുതൽ മിഠായി തെരുവിൽ ഒരു ടോയ്ലറ്റ് നിലനിൽക്കുന്ന ബിൽഡിങ്ങുകളിൽ ടോയ്ലറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ലൈസൻസ് വാങ്ങിച്ചിട്ട് അതെല്ലാം തന്നെ ഇന്ന് കടകളായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ കളക്ടർ ഇടപെടലിൽ ഞങ്ങൾ തെളിയിച്ച കാര്യമാണ്. അത് 6 മാസം കൊണ്ട് അത് ടോയ്ലറ്റായിട്ട് വരും എന്ന് ഇവിടുത്തെ കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നാണ്. ഇന്ന് 8 കൊല്ലമായിട്ടും ഇന്നും ആ കാര്യത്തിൽ ഒരു ചെവി പോലും കൊടുത്തിട്ടില്ല. നഗരത്തിൽ 3000-ലേറെ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്.
ഞങ്ങൾ കോഴിക്കോട് മിഠായിത്തെരുവിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളെ പിന്നെ മിഠായിത്തെരുവിലെ ഒരു തൊഴിലാളി പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പോയി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ MD പറയുന്ന തെറി വാക്കുകൾ കേട്ടിട്ട് ആ തൊഴിലാളി സ്ത്രീ പറയാണ്, ഞാൻ പോവലില്ല, ഞാൻ മൂത്രം ഒഴിക്കലില്ല, ഇന്ന് നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ആരോടാണ് നമ്മൾ പറയേണ്ടത്? വ്യാപാരികൾ പറയുന്നത് ബിൽഡിംഗ് ഓണറാണ് ചെയ്യുന്നത്, ബിൽഡിംഗ് ഓണർമാർ പറയും അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം സ്ത്രീ തൊഴിലാളികളായതുകൊണ്ട് രോഗങ്ങൾ എന്ന അവസ്ഥയേക്കാൾ കൂടുതൽ അഭിമാനത്തിന് വില കൽപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് അത്തരമൊരു പ്രതികരണം ഒരു സാധാരണ സ്ത്രീക്ക് നടത്തേണ്ടി വരുന്നത്. അഡ്വക്കേറ്റ് മായ കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. അഡ്വക്കേറ്റ് മായ, 1960 ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്യപ്പെടുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. സ്ത്രീകൾ മേഖലകളിലേക്ക്, സ്വകാര്യ മേഖലകളിലേക്കാകട്ടെ സർക്കാർ മേഖലകളിലാകട്ടെ കടന്നു വരുന്ന ഒരു സമയം, ആ ഒരു സാഹചര്യം, അത് തമ്മിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട് ഈ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം. പക്ഷേ അപ്പോഴത്തെ ഒരു ആക്ട് ഇപ്പോഴും ഭേദഗതി ചെയ്യപ്പെടാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഭേദഗതികൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പര്യാപ്തമായ രീതിയിലല്ലാതിരിക്കുക, ആ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തെ കുറിച്ചിട്ടാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഈ പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ടെക്സ്റ്റൈൽ മേഖലകളിലുള്ള സ്ത്രീ തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പരാമർശിച്ചു വരുന്നത്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും തന്നെ വസ്തുതയ്ക്ക് തീർത്തും ശരിയാണ്. വളരെ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനോട് പൂർണ്ണമായും അനുകൂലിക്കുന്നു. നമ്മുടെ ലിഖിത നിയമങ്ങളെല്ലാം തന്നെ അതുപോലെ പാലിക്കപ്പെടുകയും അതെല്ലാം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കൃത്യമായ പരിശോധന, മോണിറ്ററിങ്ങും ഉണ്ടെങ്കിൽ ഈ പറയുന്ന പല വിഷയങ്ങളും പലയിടത്തും ഉണ്ടാവുകയില്ല. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ്, ഒരു ഹറാസ്മെന്റ് എന്ന് തന്നെ ഇരിക്കട്ടെ, തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷ എന്ന് തന്നെ ഇരിക്കട്ടെ, അതിപ്പോ അവരുടെ ബേസിക് നീഡ്സ് സ്ത്രീകൾക്കുണ്ട്, അത്യാവശ്യമുള്ള ഒരു ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ തീർച്ചയായും അതൊരു ഹറാസ്മെന്റ് തന്നെയാണ്. ജെൻഡർ ഇക്വാളിറ്റി എല്ലാ കാര്യത്തിലും നിഷ്കർഷിക്കുന്ന നമ്മൾ സ്ത്രീകൾ ജോലിക്ക് വരുമ്പോൾ അവിടെ അവർ പൂർണ്ണമായും സുരക്ഷിതരാണോ, അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം പര്യാപ്തമാണോ, അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കേണ്ടത് എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളിലൂടെ പാലിക്കപ്പെടേണ്ടതാണത്. തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളിലെല്ലാം തന്നെ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് പാലിക്കപ്പെടാതെ പോകുന്നത്, ഇപ്പോൾ നേരത്തെ വിജി സൂചിപ്പിച്ചിരുന്നു, ലേബർ കമ്മീഷണർക്കും ലേബർ ഓഫീസർക്കും എല്ലാം തന്നെ പരാതി കൊടുത്തിട്ട് പോലും ഈ പറയുന്ന ഒരു ശൗചാലയം ഇവർക്ക് വേണ്ടി കോഴിക്കോട് മിഠായി തെരുവിലെ കാര്യം സൂചിപ്പിച്ച കേസുണ്ടായി. അപ്പൊ അവിടെ നടത്തിയില്ല. ഇത് വർഷങ്ങളായിട്ടും അവരുടെ പരാതി കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കാര്യം ഈ പറയുന്ന മേഖല അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്ന കഴിഞ്ഞാല് അവരുടെ ശക്തി എത്രമാത്രം വെളിപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവരിപ്പോ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഒരു മാർഗം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ പരാതി കേട്ടുകൊള്ളുന്നില്ല. ശ്രീമതി വിജി, ഇപ്പോൾ അഭിഭാഷക ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു സമരമുണ്ടായാൽ പോരാ, അപ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകണം, ആ സമരത്തിനൊരു ഉടമ്പടി വേണം. അതിലേക്ക് എത്താതിരിക്കുന്നത് അസംഘടിത മേഖലയായതുകൊണ്ടും വലിയ ട്രേഡ് യൂണിയനുകളിൽ നിങ്ങളുടെ പിന്തുണയ്ക്ക് എത്താത്തതും കൊണ്ടാണ്. ഈ ഒരു ഘട്ടത്തിൽ നിയമത്തിന്റെ സഹായമെങ്കിലും തേടാൻ ഇപ്പോൾ പെൺകൂട്ട എന്ന സംഘടനയുടെ നേതാവ് കൂടിയാണ് താങ്കൾക്ക് നിയമത്തിന്റെ വഴി തേടാൻ സാധിക്കില്ലേ? അതെ, ഞങ്ങൾ ഹൈക്കോടതി വക്കീലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ നിയമത്തിൽ ഇവർക്ക് രക്ഷപ്പെടും. അപ്പോൾ നമുക്കറിയാം, ആ സമരം നടക്കുമ്പോൾ യൂത്ത് കമ്മീഷൻ ഇടപെട്ടിട്ട് 1960 നിയമം ഭേദഗതി ചെയ്തു. ഈ ഭേദഗതി ചെയ്തിട്ട് ആർക്കാണ് ഗുണമുണ്ടായത്? ഏതെങ്കിലും ഈ പറയുന്ന തൊഴിലാളികൾക്ക് ആർക്കെങ്കിലും അനുകൂലമായിട്ട് ഒരു ഭേദഗതിയിലുണ്ടോ? ഇല്ല. തൊഴിലാളികൾക്ക് അനുകൂലമുള്ള ഭേദഗതി അല്ല, അത് മുതലാളികൾക്ക് അനുകൂലമുള്ള ഭേദഗതി ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ഈ 250 രൂപ അന്നത്തെ ഫൈന് 1960 250. അതിപ്പോൾ 15,000 രൂപ മാത്രമായാണ് തൊഴിൽ നിയമലംഘനങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് പ്രശ്നം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ മേഖല പോലെയുള്ള തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്നത് വനിതകൾക്ക് ഏറെ ഭീഷണിയാകുന്ന തരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങളാണ്. ഇതിൽ നിയമത്തിന് മാത്രമാണ് ഇപ്പോൾ വനിതകളുടെ സുരക്ഷയ്ക്കും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ കഴിയുന്നത്. സമരങ്ങൾക്ക് ഉടമ്പടികൾ ഉണ്ടാകുന്നില്ല, അവയ്ക്ക് പരിഹാരം കാണാനും കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തിന്റെ സവിശേഷമായ ശ്രദ്ധ വേണ്ടിവരും എന്ന് തന്നെയാണ് ഷീനൂസ് മുന്നോട്ട് വയ്ക്കുന്ന ചിന്ത. ഷീനൂസ് ഈ ചർച്ച പൂർത്തീകരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.